കുറ്റകൃത്യ പശ്ചാത്തലമുള്ളവരെ സോഷ്യൽ മീഡിയയിലൂടെ ഈ മഹത്വവൽക്കരിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കണമെന്നുമാണ് DGPയുടെ കർശന നിർദ്ദേശം. മഹത്വവൽക്കരിക്കുന്നതും പിന്തുണയ്ക്കുന്നതും ക്രിമിനൽ പ്രവർത്തനമായി തന്നെ കണക്കാക്കുമെന്നും ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയൻ പറയുകയാണ്. സ്വർണ്ണക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ചവരുടെ അനുകൂലിച്ചവരുടെയും കൃത്യമായ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം അഭിഭാഷകനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആയങ്കി പിന്നീട് അഭിഭാഷക പത്രപ്രസ്താവന നടത്തിയപ്പോഴും ചില പിഴവുകൾ സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ ക്രിമിനലുകളെ ആവേശത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരുടെ വീടുകളിൽ പോലീസ് സംഘം ഉടൻ തന്നെ പരിശോധനയ്ക്കെത്തും. ആയങ്കിയിൽ മാത്രം കേന്ദ്രീകരിച്ചല്ല പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതെന്നും സംസ്ഥാനത്ത് ഗുണ്ടാ പ്രവർത്തനങ്ങളും കുറ്റകൃത്യങ്ങളും ഏത് രീതിയിലായാലും കർശനമായി അടിച്ചമർത്തുകയാണ് ലക്ഷ്യമെന്നും ADGP കൂട്ടിച്ചേർത്തു. അർജുൻ ആയങ്കിയെ പിടികൂടാൻ വൈകിയെന്ന വിമർശനങ്ങൾ തള്ളിയ ADGP ഇതിനു പിന്നിൽ പോലീസിന്റെ വ്യക്തമായ തന്ത്രമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കി. വെടിവെച്ച് പിടിക്കേണ്ടത്ര ഗൗരവമുള്ള സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ എത്രത്തോളം ഓടുമെന്നാണ് പോലീസ് നോക്കിയത്. ആയങ്കി ഓടി എത്തുന്നിടത്ത് നിന്ന് അയാളെ സഹായിക്കുന്ന കൂടെയുള്ള ആളുകളെ കൂടി പിടികൂടുക എന്ന പോലീസ് തന്ത്രമാണ്. അങ്ങനെയെങ്കിൽ അഭിഭാഷകയും കുടുംബത്തെയും പിടിക്കുമോ എന്നടക്കമുള്ള ചോദ്യം ഉയരുന്നുണ്ട്. കാരണം അവരുടെ വീട്ടിൽ നിന്നുമാണ് അവസാനം അർജുൻ ആയങ്കിയെ പിടികൂടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അഭിഭാഷക പറഞ്ഞത് ഒളിപ്പിച്ചു വെച്ചതല്ല, വീടിനകത്ത് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നില്ല. അർജുൻ ആയങ്കി പോലീസിൽ വന്ന് കീഴടങ്ങാനുള്ള നീക്കമായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഓഫീസും പ്രവർത്തിക്കുന്നത്, അഡ്വക്കേറ്റ് ഓഫീസും പ്രവർത്തിക്കുന്ന വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു കക്ഷിക്കും ഒരു വക്കീലിനും സംസാരിക്കാനുള്ള ഒരു സമയമേ അവിടെ എടുത്തിരുന്നുള്ളൂ. അല്ലാതെ അതിന് മുമ്പേ തന്നെ ഒരു പക്ഷേ വേണമെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഹാജരാകാൻ തന്നെയാണ് ആയങ്കി തീരുമാനിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം അഭിഭാഷക പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലൂടെ ക്രിമിനലുകൾക്ക് ഹീറോ പരിവേഷം നൽകുന്ന പ്രവണത യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഡിജിറ്റൽ ഇടങ്ങളിലെ ഇത്തരം പിന്തുണയ്ക്കെതിരെയും നിയമ നടപടി കടുപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞതല്ലെന്നും കീഴടങ്ങാൻ തീരുമാനിച്ചാണ് തന്റെ ഫ്ളാറ്റിലേക്ക് വന്നതെന്നും അഭിഭാഷക അഡ്വക്കേറ്റ് ഡെലീറ്റ ടൈറ്റ്സ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. താൻ അർജുനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്ന ആരോപണം പൂർണ്ണമായും തെറ്റാണെന്ന് ഡെലീറ്റ പറയുന്നു. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലാണ് ഡെലീറ്റ ഇക്കാര്യം പറഞ്ഞത്. ഇല്ല, സംരക്ഷണ അല്ല ഓൾമോസ്റ്റ് 5ഓളം കേസുകൾ അർജുൻ ആയങ്കിൻ്റെ പേരിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുന് ഒരുപാട് പെറ്റീഷൻസ് റെഡിയാക്കണം. സുപ്രീം കോർട്ടിലേക്കുള്ള ബെയിലിന് വേണ്ടി ഓൾറെഡി വേറെ കേസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും എല്ലാം സംസാരിക്കണമായിരുന്നു. അപ്പം അർജുനി മെന്റലി സറണ്ടർ ആവാനുള്ള പ്രിപ്പറേഷനും കൂടിയായിരുന്നു ആ ഒരു ടൈം. അതെ ആ സമയത്ത് പോലീസ് സ്ക്വാഡ് വരികയും ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. അവിടെ തന്നെ ഡോറ് തുറന്നു, അവർ അത് കൂട്ടിക്കൊണ്ടുപോയി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. റെഡിയായിരുന്നു. അതെ, ഇല്ല അതെല്ലാം വെറുതെ മേ ബി ഹീറോയിക് മൂവ്മെന്റ്സ്. അല്ല, നിങ്ങൾക്ക് മനസ്സിലായോ, 2 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. തളിപ്പറമ്പ് നിന്ന് കണ്ണൂരേക്ക് വരെ വന്നു. അതേപോലെ തന്നെ ആ ഫ്ലാറ്റിൽ CCTV ഉണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം, അതേപോലെ തന്നെ അർജുനും അറിയാം. അത് കൂടാതെ തൊട്ടടുത്ത് വീടുകളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ഒളിപ്പിക്കലിൻ്റെ സാധ്യത വളരെ കുറവാണ്. അതെൻ്റെ ഓഫീസ് കം റെസിഡൻസ് ആണ്. അപ്പോൾ ഒരു ലോയറിൻ്റെ സഹായത്തോടു കൂടി അർജുന് സറണ്ടർ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ സംസാരിച്ച് വെച്ചത്. ഇല്ല അത് ഡെഫിനറ്റ്ലി അതൊരു ക്ലയൻറ്റ് അഡ്വക്കേറ്റ് റിലേഷൻഷിപ്പ് മാത്രമാണ്. അതിന് ബേസിക്കലി വേറെ ഒരു കാര്യങ്ങളുമില്ല. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 19/2026 പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. കോടതി 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് വിട്ടുകൊടുത്തിട്ടുള്ളത്. ഇതിലെന്താണ് ഈ മൊബൈൽ സംബന്ധിച്ചൊരു വാദം നടന്നിരുന്നു. അല്ല, മൊബൈലിനെ സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു മൊബൈൽ കസ്റ്റഡിയിലെടുത്തതായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ആ മൊബൈൽ ഫോണിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാതെ, IMEI നമ്പറോ മറ്റോ ബ്രാൻഡോ ഒന്നും പറയാതെ മറ്റൊരു ഫോൺ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്, പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച കസ്റ്റഡി ഒബ്ജക്ഷനിൽ അത്തരമൊരു ഫോണ് 4 ദിവസം 7-ാം തീയതി എടുത്ത FIRൽ 9-ാം തീയതി റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയുടെ ഈ കേസിലെ പ്രതിയിൽ നിന്ന് എങ്ങനെയാണ് iPhone 16 Pro ഈ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്? സാധാരണ രീതിയിൽ ഒരു സൈബർ കേസ് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇത്തരം കേസുകളിലേക്ക് മെറ്റയിലേക്കോ അതോടൊപ്പം തന്നെ അനുബന്ധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കോ
കൃത്യമായ മെയിലോ കാര്യങ്ങൾ അയച്ചുകൊണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിലുകൾ അയച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിക്കാറുള്ളത്. 4 ദിവസം കൊണ്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നത് iPhone 16 Pro ആണ് എന്ന് പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയതെന്നുള്ള ചോദ്യമാണ് ഇന്ന് കോടതിയിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 5 ദിവസത്തെ കസ്റ്റഡി കൊടുക്കാതെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ഇന്ന് കൊടുത്തിട്ടുള്ളത്. ഫോൺ മാത്രമാണ്. മറ്റു കേസുകളിലൊന്നും ഈ കേസുകളിലൊന്നും ഡിജിറ്റൽ തെളിവുകൾ ഓൾറെഡി പബ്ലിക് ഡൊമൈനുകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് അവർക്കുള്ള ആവശ്യം ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് ആ ഫോണിൻ്റെ സോഴ്സ് കണ്ടെത്തുക, അതിനു വേണ്ടിയുള്ളതാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതാണ് ഡിലീറ്റ് ബാക്കി കാര്യങ്ങൾ. അർജുന്റെ പേരിൽ 5ഓളം കേസുകളുണ്ട്. ഇതിനാലാണ് സുപ്രീം കോടതിയിൽ ജാമ്യം ലഭിക്കുന്നതിനായുള്ള ഹർജി തയ്യാറാക്കുന്നതടക്കം നിരവധി നിയമപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ സംസാരിക്കാനും മാനസികമായി കീഴടങ്ങാൻ തയ്യാറെടുക്കാനുമായിട്ടാണ് അർജുൻ ഫ്ളാറ്റിലെത്തിയത്. പോലീസ് സ്ക്വാഡ് എത്തിയപ്പോൾ ഒരു തരത്തിലുള്ള തടസ്സവും അവിടെ ഉണ്ടായിരുന്നില്ല. തങ്ങൾ തന്നെ വാതിൽ തുറന്നു നൽകുകയാണ് ചെയ്തത്. അവർ അർജുനെ കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ലെന്നും കീഴടങ്ങാൻ വേണ്ടി മാത്രമാണ് അർജുൻ വന്നതെന്നും അവർ ആവർത്തിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഫ്ളാറ്റിലാണ് താൻ താമസിക്കുന്നത്. തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന തന്നെ കീഴടങ്ങാനാണ് തീരുമാനം. ഈ ഫ്ളാറ്റിൽ CCTV ഉണ്ടെന്ന കാര്യം തനിക്കും അർജുനും നന്നായി അറിയാം. ചുറ്റും ഒരുപാട് വീടുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരാളെ ഒളിപ്പിച്ചു നിർത്താൻ കഴിയില്ല. തന്റെ ഫ്ളാറ്റ് തന്നെ ഓഫീസും താമസസ്ഥലവുമായി ഉപയോഗിക്കുന്നതിനാലാണ് ഇയാൾ ഇവിടെ വന്നത് എന്ന് കേവലം ഒരു ഈ ക്ലയന്റ് അഡ്വക്കേറ്റ് ബന്ധം മാത്രമാണെന്നും അവർ വ്യക്തമാക്കി. മൊബൈൽ ഫോൺ സംബന്ധിച്ച് കോടതിയിൽ ശക്തമായ വാദമാണ് നടന്നതെന്ന് അർജുൻ ആയങ്കിയുടെ വക്കീൽ MK ഹസൻ പറഞ്ഞു. റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു മൊബൈൽ കസ്റ്റഡിയിലെടുത്തതായി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരോ IMEI നമ്പരോ ബ്രാൻഡോ വ്യക്തമാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്നാൽ കസ്റ്റഡി അപേക്ഷയിൽ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഓഗസ്റ്റ് 7 എടുത്ത FIR-ൽ 9-ാം തീയതി റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയിൽ നിന്നും iPhone 16 Pro കണ്ടെത്തണമെന്ന് പോലീസ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പ്രതിഭാഗം ചോദ്യം ചോദിച്ചു. സാധാരണയായി സൈബർ കേസുകളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ മെറ്റ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് മെയിൽ അയച്ച് വിവരങ്ങൾ ശേഖരിക്കാറുണ്ട്. എന്നാൽ വെറും 4 ദിവസം കൊണ്ട് ഇയാൾ ഉപയോഗിച്ചത് iPhone 16 Pro ആണെന്ന് പോലീസ് എങ്ങനെ കണ്ടെത്തിയെന്ന് പ്രതിഭാഗം വാദിച്ചു. പ്രതിഭാഗത്തിന്റെ ഈ ഓപ്ഷൻ പരിഗണിച്ചാണ് കോടതി 5 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കാതെ 3 ദിവസം മാത്രം ചുരുക്കിയതെന്നും അഭിഭാഷകർ പറഞ്ഞു.